കഴിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, മറന്നിട്ടില്ല. ഇങ്ങനെ പറയാറുണ്ടല്ലോ നമ്മള്. ഇതിപ്പോ നമ്മുടെ ഓരോരുത്തരുടെ സ്ലാങ്ങിലാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ എന്റെ സ്ലാങ്ങിൽ ഞാൻ പറയുന്നത് കഴിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ നിങ്ങളുടെ കഴിച്ചിട്ടില്ല, അങ്ങനെ പല സ്ലാങ്ങിലായിരിക്കും പറയാ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് പാസ്റ്റിനും പ്രസന്റിനും പ്രാധാന്യമുണ്ട്. അതായത് ഇപ്പൊ ഇത്രയും നേരമായിട്ടും ഈ ഒരു കാര്യത്തിന് മാറ്റമൊന്നുമില്ല. അത് അങ്ങനെ തന്നെയാണ്, സ്റ്റിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് ജസ്റ്റ് നൗ അങ്ങനെയാണ് കഴിഞ്ഞിരിക്കുന്നത്, ഇതുവരെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സബ്ജക്റ്റ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇടുന്ന ഓക്സിലറി വേർബ് എന്തായിരിക്കണം? ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഹാവ് നോട്ട് അല്ലെങ്കിൽ ഹാവിൻറ്റ് ഓർ ഹാസിൻറ്റ്. അതെന്തുകൊണ്ടാണ് ഹാവിൻറ്റ് ഓർ ഹാസിൻറ്റ് ഇടാൻ കാരണം? ഹാവിൻറ്റ് ഇടുമ്പോൾ സബ്ജക്റ്റ് നമ്മുടെ സിംഗുലർ അല്ല, പ്ലൂറൽ ആയിരിക്കും. ഹാസിൻറ്റ് ഇടുമ്പോൾ സബ്ജക്റ്റ് നമ്മുടെ സിംഗുലർ ആയിരിക്കും. അതായത് അയ്യുവിധ ആണെങ്കിൽ ഹാവിൻറ്റ്, ഹി ഷീറ്റ് ആണെങ്കിൽ ഹാസിൻറ്റ്. പ്ലസ് V3 ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ V3 എന്താണ്? കഴിക്കുക. അതിന്റെ V3 എന്താ? ഈറ്റൻ. അപ്പോ I haven't eaten the food അല്ലെങ്കിൽ she hasn't eaten the food. അങ്ങനെ വരും. ലാസ്റ്റ് സെന്റൻസ് അങ്ങനെ വരും. ഇനി അടുത്തത് അറിയിച്ചിട്ടില്ല. അപ്പോ haven't അല്ലെങ്കിൽ hasn't എന്താ വരിക? അറിയിക്കുക. അതിനെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഇൻഫോം അല്ലെ? അപ്പൊ അതിന്റെ V3 എന്തായിരിക്കും? ഇൻഫോംഡ്. ഓക്കെ. പഠിച്ചിട്ടില്ല, അതിന് നമ്മൾ എങ്ങനെ പറയും? haven't or hasn't plus studied. മറന്നിട്ടില്ല, അതെങ്ങനെയാ പറയാ? അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. താങ്ക് യു.